ഈ ദിവസവും ഈ മണിക്കൂറുകളിൽ നമുക്ക് വന്ന് നിൽക്കുവാൻ പറ്റിയത് നമ്മുടെ പ്രാഗൽഭ്യമോ മിടുക്കോ ഒന്നും പറയുവാനായിട്ട് ഇല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്ത ഒരു പുണ്യ പ്രവർത്തികളൊന്നും അതിന് കാരണമല്ല. ദൈവത്തിൻ്റെ ദയ, അവൻ്റെ കരുണ, അതൊന്നു മാത്രമാണ്. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കർത്താവെ, കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച നിന്റെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കർത്താവെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളൊന്ന് ക്ഷമിക്കണമേ. ഈ സർവീസിന്റെ ആരംഭ സമയത്ത് തന്നെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് രാത്രികാലം നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, കുറ്റങ്ങളെ കർത്താവെ നീ ക്ഷമിക്കുമാറാകണമേ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് അനേക സമയങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്. പക്ഷേ ചില നിമിഷങ്ങളൊക്കെ നമ്മളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിനൊക്കെ നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിക്കാം. കർത്താവ്, നീ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴും അവൻ്റെ ഗ്ലോറി ഇറങ്ങുവാൻ ഇടയായിത്തീരും. ഇന്നലെ ഡെൻസൺ പാസ്റ്റർ പറഞ്ഞ ഗ്ലോറി ഇറങ്ങുമ്പോൾ പിന്നെ വർഷിപ്പ് ചെയ്യുന്നവരോ ഇവിടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവരോ ഒന്നും അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ശക്തി, ആ ശക്തിനെ നമ്മുടെ ഇടയിൽ ഇറങ്ങുവാനായിട്ട് ആളിന്റെ പരുപ്പത്തിലൊന്നുമല്ല, ആത്മാവിന്റെ ഒരുക്കത്തില് നമ്മുടെ എല്ലാം ആത്മാവിനെ നമുക്കൊന്ന് ഒരുക്കാം. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ അഗ്നിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം കർത്താവേ. നിന്റെ കരം എൻ്റെ മേൽ വെച്ച് കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അതരങ്ങളെ തുറന്ന് നമുക്ക് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.